യഥാർത്ഥത്തിലേ നമ്മുടെ ഈ നാട്ടില് ഈ അണലിയും മുറുക്കനും ഒക്കെ കൂടാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പരിസരം ആരും വൃത്തിയാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ദിവസം വെച്ചാൽ അത് റീസണാണ്. ഈ യഥാർത്ഥത്തിൽ ഈ പാമ്പ് പിന്നെ പ്രജനനം നടത്തുന്നത് ഏകദേശം ഈ ഡിസംബർ ജനുവരി സമയത്താണ്. ഇത് വിരിയുന്ന മുട്ട അല്ലെങ്കിൽ പ്രസവിക്കുകയോ മുട്ട വിരിയുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മാർച്ച് ഏപ്രിൽ ആ ടൈം മെയ് ആ സമയത്താണ്. ഈ ഉപ്പരം എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ അത് രാത്രിയല്ല പകലാ വരുന്നത്. മൂങ്ങ രാത്രി വരുന്നു, പകൽ ഉപ്പൻ വരുന്നു. ഉപ്പൻ ഇപ്പൊ കുറവാ നമ്മുടെ നാട്ടിൽ. ഉപ്പൻ ഇല്ലല്ലോ. ഈ വെള്ളിമൂങ്ങയൊക്കെ ആൾക്കാർ പിടിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കുകയല്ലേ. ഇതൊക്കെയാണ് വിഷയം. പാമ്പുകളുടെ കൂടാനുള്ള മെയിൻ വിഷയം. പിന്നെ എത്ര പാമ്പുകളാണ് ഞാൻ പിടിച്ചിരുന്നത്. അണലി, മൂർഖൻ, രാജവമ്പാല, എന്നേക്കാ വലിപ്പമുള്ള രാജവമ്പാല കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക. ഒറ്റ ഏറല്ലേ. നമുക്ക് പേടിയാവുന്നില്ല പാമ്പിനെ. വെള്ള ഇവിടെ അല്ലടാ പാമ്പ്. ഇവിടെ അല്ലേ പെറ്റുമ്പിള്ളേ ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത്. എവിടെ പാമ്പ്? എന്റെ വീടിനകത്താ. നിങ്ങൾ ഇങ്ങോട്ട് വാ. എന്തുവായാലും ഇന്ന് ആ പാമ്പിനെ പിടിച്ചിട്ട് പറ്റത്തുള്ളൂ. കാര്യം പറയാ, എന്ത് പ്രശ്നം വന്നാലും. ബാബാ സുരേഷേ, ബാബാ സുരേഷേ, വാ വാ ബാബാ. അത് അണലിയാടാ. അണലിയോ? 360 പറ്റത്തില്ല. അത് പറ്റത്തില്ല. നീ ഉണ്ടെങ്കിലും നടക്കത്തുള്ളൂ. അത് നീ ഉണ്ടെങ്കിലും നടക്കത്തുള്ളൂ. പെട്രോൾ ഒഴിച്ച് ഡീസലും ഇട്ട് വെളുത്തുള്ളിയും ചതച്ചിട്ട് നാടി പാമ്പൊന്ന് ഇറങ്ങണ്ടേ. എന്റെ പൊന്നി ചേച്ചി, ഇത് രാജവമ്പാലല്ല, അതിനേക്കാൾ മുഖ്യ സാധനം. ഇത് ഭയങ്കര സാധനമാണ്. ഇതിന് പിടിക്കണമെങ്കിൽ 2 സാധനമേ ഉള്ളൂ വേൾഡില്. അതായത് ഒന്ന് മൗടി, അതല്ലെങ്കിൽ കട്ടൻ കാപ്പി. കട്ടൻ ചായ ഉണ്ടാ. പാമ്പിനെ ഞാനിപ്പോ പിടിച്ചുതരാം. കട്ടൻ ചായ ഇത്രയും മതി. സോഡ വേണോ വെള്ളം വേണോ? ഓടാ മതി. ഇവൻ ആരെന്ന് പറഞ്ഞ പണ്ടേ തല്ലി കൊന്നേ. 360 സൂര്യകുമാർ യാദവ്.